വിഴിഞ്ഞം അടിമലത്തുറയിൽ മദ്യലഹരിയിൽ സംഘർഷമുണ്ടായി. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. വിഴിഞ്ഞം സ്വദേശി ആകേഷിനാണ് മുഖത്ത് ഗുരുതര പരിക്കേറ്റത്. 5 അംഗ സംഘം പോലീസ് പിടിയിലുണ്ട്. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, എപ്പോഴാണ് ഈ സംഭവം? വലിയ പരിക്കാണോ? എന്താണ് ഉണ്ടായത് ഇവർക്കിടയിൽ? ഷിയാസ്, വൈകുന്നേരത്തോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വിഴിഞ്ഞം അടിമലത്തുറയിൽ മദ്യ ലഹരിയിലായിരുന്ന ഈ സംഘം ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടതാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിക്കാനുള്ള കാരണമുണ്ടായത്. അടിമലത്തുറ സ്വദേശിയായിട്ടുള്ള ആകേഷും ഈ പറയുന്ന 5 അംഗ സംഘവുമായി ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. ആ തർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് നയിക്കുന്നു. ആ കയ്യാങ്കളിയുടെ ഭാഗമായിട്ടാണ് ഈ ഫൈസലിന്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പുകമ്പി പോലെ സമാനമായിട്ടുള്ള ഒരു ആയുധം വെച്ചുകൊണ്ട് മുഖത്ത് ക്രൂരമായിട്ട് ആക്രമിക്കുന്ന, മുഖത്ത് ഗുരുതരമായ പരിക്ക് ആകേഷിനെ ഏറ്റിട്ടുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആകേഷ്. മുഖത്ത് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം ഈ ഇരുമ്പുകമ്പി പോലൊരു ആയുധം എന്നുള്ളതാണ്. പക്ഷേ ആയുധം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. ഈ 5 അംഗ സംഘം എന്ന് പറയുന്ന നേരത്തെയും ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ തന്നെ നേരത്തെ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇതിൽ ഫൈസൽ എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച മറ്റൊരു കേസിൽപ്പെട്ട് റിമാൻഡ് കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ആളാണ്. ആ ഫൈസലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു സംഘർഷത്തിൽ അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിൽ പ്രതിയായിരിക്കുന്നത്. നിലവിൽ ഈ 5 പേരെയുമാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ കോടതിയിൽ ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. പോലീസിന് ഈ ആകേഷിനെ ആക്രമിച്ച ആയുധമാണ് പ്രധാനമായിട്ടും ഇനി കണ്ടെത്തേണ്ടതുള്ളത്. ഒപ്പം തന്നെ ഈ സംഘർഷത്തിന് കാരണമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പോലീസിന് നിലവിൽ അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും മദ്യലഹരിയിലായിരുന്നു സംഘം എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആയുധമടക്കം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുമുണ്ട്. ശരി, ഹരിമോഹനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സ്ഥിരം കുറ്റവാളികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ്. അവരുടെ ഒരു സംഘം മദ്യപിക്കുന്നു, പരസ്പരം തമ്മിൽ തല്ലുന്നു. ഒരാൾക്ക് ഗുരുതര പരിക്ക് ഏറ്റിരിക്കുന്നു.